പ്രിയപ്പെട്ട ഭരണി നക്ഷത്രക്കാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ അബദ്ധങ്ങൾ പറ്റാറുണ്ടല്ലോ, ആ അബദ്ധങ്ങളെ അത് മുൻകൂട്ടി തടയാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അനന്തസാഗരമാണ്. അതിൽ ഒരു നക്ഷത്രം, അതിൻ്റെ പൊതു സ്വഭാവ സവിശേഷതകൾ, അതിന്മേലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഒരുപാട് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ജ്യോതിഷത്തിൻ്റെ പൗരാണികമായ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചും എൻ്റെ പൊതു നിരീക്ഷണത്തിൽ എൻ്റെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതെല്ലാം എങ്ങനെ വന്നു ചേർന്നു എന്നുള്ള ഒരു പഠനം മുൻനിർത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏവർക്കും ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്രദമാകുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ചിലർക്ക് ചോദിക്കാനുള്ളത്, അയ്യോ, ഇത് മിക്ക നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളായിരുന്നല്ലോ ഈ പറയുന്നത്, അല്ല ഭരണി നക്ഷത്രക്കാർക്ക് മാത്രമായിട്ടുള്ള കാര്യമല്ലല്ലോ ഇതെന്ന്. അങ്ങനെയല്ല. മനുഷ്യജീവിതം ആകുമ്പം പല കാര്യങ്ങളും പല വ്യക്തികൾക്കും നടന്നു എന്ന് വരും. അത് നക്ഷത്രത്തിന്റെ കാര്യത്തിൽ വരുന്നതല്ല, ജീവിതത്തിന്റെ ക്രമം അനുസരിച്ച് പല കാര്യങ്ങളും പലർക്കും സംഭവ്യമായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ അബദ്ധ കാര്യങ്ങൾ മറ്റു നക്ഷത്രക്കാർക്ക് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാവുന്നതേ ഉള്ളൂ. ഭരണി നക്ഷത്രക്കാർക്ക് ഒരു 90% പറ്റിപ്പോകാവുന്ന കാര്യമായിരിക്കും. മറ്റതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഭരണി നക്ഷത്രക്കാർക്ക് ഒരു 90% നടക്കാം, മറ്റുള്ളവർക്ക് സാന്ദർഭികമായിട്ട് നടക്കാം എന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ പൂർണ്ണമായിട്ട് കേൾക്കണം. പിന്നെ ഇത് പെട്ടെന്ന് പറഞ്ഞു തീർത്തൂടെ, ഓരോ പോയിന്റായിട്ട് ക്യാപ്സ്യൂൾ പോലെ പറഞ്ഞു തീർത്തൂടെ എന്നൊക്കെ ചോദിക്കുന്നവർ ദയവായിട്ട് ഇത് കുറച്ച് ദീർഘമുള്ള വീഡിയോ ആണ്, ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോവുക. ഇത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പരുവപ്പെടുത്താനും അവർക്ക് ജീവിതത്തെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളവർക്കുള്ള വീഡിയോ ആണ്. ദയവായിട്ട് സഹകരിക്കുക. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ RJ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഭരണി നക്ഷത്രക്കാർ ചെയ്യുന്ന അബദ്ധങ്ങളിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് മനസ്സമാധാനം കെടുത്തും എന്നുള്ളതാണ്. അതെ, ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനും അവരെ നേർവഴിക്ക് നടത്താനുമുള്ള ഒരുപാട് ഐഡിയകൾ, ആശയങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രശ്നത്തെയും സോൾവ് ചെയ്യാൻ തനിക്ക് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവരുടെ ഉള്ളിൽ എപ്പോഴും രൂഢമൂലമായിരിക്കും. കാര്യം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കാര്യപ്രസക്തമായിട്ട് ഉള്ളതായിരിക്കും, മറ്റുള്ളവർക്ക് അംഗീകരിച്ച് എടുക്കാൻ കഴിയുന്നതായിരിക്കും. വലിയ വലിയ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിരിക്കും ഇവർ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഇവരുടെ ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ ഒന്ന് അറിയേണ്ടതുണ്ട്, നിങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഇടപെട്ട് പലരെ സാന്ത്വനിപ്പിച്ച് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവും, നിങ്ങളെ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന്. അങ്ങനെ പോയിട്ടായിരിക്കും ഒരിക്കലും നിങ്ങൾ ഇടപെടാൻ പാടില്ലാത്ത ഒരു വിഷയത്തിൽ ചെന്ന് ചാടിക്കൊടുക്കുന്നത്. ആ വിഷയത്തിൽ ചാടിക്കൊടുക്കുന്നതോടെ അവിടെ അത്രത്തോളം നടന്നുകൊണ്ടിരുന്ന വിഷയം കൂടുതൽ സങ്കീർണമാകുകയും ഒടുവിൽ ഈ വാദിയും പ്രതിയും കൂടെ ചേർന്നിട്ട് എല്ലാം നിങ്ങളാണ് സൃഷ്ടിച്ചതെന്നുള്ള രീതിയിൽ പറയുകയും അവസാനം വേണ്ടാത്ത കുറേ ഭാരങ്ങൾ നിങ്ങളുടെ തലയിൽ വന്ന് കയറുകയും മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാര് നല്ല മനസ്ഥിതിയോടുകൂടി നല്ല സേവനങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം നന്മയായിരിക്കും. പക്ഷെ എല്ലാ കാര്യത്തിലും കയറി നമ്മൾ ഇടപെടണം, എല്ലായിടത്തും ശാന്തത നമ്മളാൽ സൃഷ്ടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം ഒന്ന് മാറ്റി വയ്ക്കുക. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടാൽ മതി. അല്ലാതെ വഴിയെ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി പരിഹരിക്കേണ്ട നിങ്ങളുടെ ബാധ്യതയാണെന്ന് കരുതാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, അഭിമാന കൂടുതൽ കാരണം അവസരങ്ങളെ നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. ഇത് ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യമാണ്. ഇവർ പലപ്പോഴും പറയുന്നത്, എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, എൻ്റെ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പരാതി പറയാറുണ്ട്. പലപ്പോഴും പല തൊഴിലിലോ പല കാര്യങ്ങളിലോ ഇവര് അഭിമാനം, ഒരു ദുരഭിമാനം എന്നുള്ള നിലയിൽ കാണുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവരെ സാരമായി ചില കാര്യങ്ങൾ ബാധിക്കുന്നു പറഞ്ഞ് നല്ല തൊഴിലിനെയൊക്കെ ഇവര് കളഞ്ഞിട്ട് പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവര് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവിടെയുള്ളവരുടെ സംസാര രീതി, പെരുമാറ്റ രീതി ഇഷ്ടപ്പെടാതെ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ പലപ്പോഴും ഇവരുടെ അഭിമാനം ഒരു ദുരഭിമാനത്തിന്
വകവയ്ക്കുകയും ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരാൾക്ക് ചോദിച്ചാൽ കിട്ടും ഇവർക്ക്. അതായത് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു തൊഴിലുണ്ടോന്നോ മറ്റൊരു കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ചോദിക്കാനുള്ള മടി, തൻ്റെ അഭിമാനം ഇവിടെ വ്രണപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യം കൊണ്ട് ഇവർ ചോദിക്കില്ല. ഇവർക്ക് നേടിയെടുക്കേണ്ടുന്ന കാര്യം നേടിയെടുക്കുകയില്ല. പലപ്പോഴും അടുത്ത ഫ്രണ്ടായിരിക്കും, ചിലപ്പം തൊട്ടയൽവാസിയായിരിക്കും. ഇവരൊരു വാക്ക് ചോദിച്ചാൽ ഇവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷേ ഇവർ അതിലെന്തോ ഒരു മടി, ഒരു ജാള്യതയൊക്കെ വെച്ച് പുലർത്തിയിട്ട് ഇവരെ അവസരങ്ങളെ നേടിയെടുക്കാതെ പിന്നീട് ചിന്തിക്കും, ഞാൻ ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടാന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇത് ചോദിക്കാനുള്ള ഒരു അഭിമാനക്ഷതം, അഭിമാന ബോധം എന്നൊക്കെ പറയാം, അതാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. ഇത് കാരണം ഇവരൊന്നും ചോദിച്ച് അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയില്ല. അല്ല, ഒരു തവണ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അയാൾ കഴിയില്ല എന്ന് പറഞ്ഞാലോ, ഇതായിരിക്കും അവരുടെ ചിന്ത. എന്താ, അയാൾക്ക് കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് പറയും. നമ്മളൊരു പോയ ഒരു വാക്കല്ലേ ഉള്ളൂ. നമ്മൾ ചോദിച്ചാൽ നമുക്കത് ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു സ്വഭാവം മാറും, നമ്മൾ നല്ലൊരു നിലയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ അഭിമാനം ദുരഭിമാനമാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ പല ഭാഗ്യത്തെയും തല്ലിക്കെടുത്തുന്ന ഒന്നായി മാറും. മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എന്ന് രാവിലെ അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല, ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നൽകുന്നതാണ്. ആ സേവനം കൂടി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ ചാനൽ ജോയിൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാം എന്നുള്ള ഭാവം. ഭരണി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ പൊതുവിജ്ഞാനമുള്ളവരാണ്. പല കാര്യങ്ങളെയും സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കാനും സ്വയം ചിന്തിച്ച് അതിനൊരു അവബോധം സൃഷ്ടിക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവര് പലരെ ഉപദേശിക്കാനും സ്വന്തം നോളജ് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കിട്ടുക എന്നൊക്കെ പറയുന്ന പ്രയാസമുണ്ടാവും. ഏകദേശമൊക്കെ ഒരു അറിവുണ്ടായിരിക്കും എന്നതേ ഉള്ളൂ. പക്ഷേ ഭരണ നക്ഷത്രക്കാരിൽ ചിലർ വിചാരിക്കുന്നത് തങ്ങൾക്ക് പൂർണ്ണമായിട്ട് എല്ലാ കാര്യത്തിലും അറിവുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ ഇവര് സംസാരിക്കുന്ന നിമിത്തം പലയിടത്തും ഇവര് വിഡ്ഢിയാകപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഈ എതിരെയിരിക്കുന്ന ആളിന് ഇയാളെക്കാളും ഈ വിഷയത്തിൽ നോളജ് ഉണ്ടാവും. ഇവർ ചില അവിടെ എവിടെയും കിട്ടിയ കാര്യങ്ങൾ തട്ടിയും മുട്ടിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തങ്ങളുടെ വാല്യൂ ചിലയിടത്ത് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണ നക്ഷത്രക്കാര് മനസ്സിലാക്കേണ്ടത്, തൻ്റെ മുന്നിലിരിക്കുന്ന ആള് എപ്രകാരമുള്ള ആളാണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ വിജ്ഞാനം, അല്പാൽപമായിട്ടുള്ള വിജ്ഞാനം ഒന്ന് ഇറക്കി വെക്കാൻ ശ്രമിക്കരുത്. നമുക്ക് പൂർണ്ണമായിട്ടൊരു കാര്യത്തെ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുന്നതിൽ തെറ്റില്ല. എവിടുന്ന് എവിടെ നിന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മുന്നിലുള്ള ആള് നമ്മുടെ വില കുറയ്ക്കും. മാത്രമല്ല, നമുക്ക് ഒരു പ്രത്യേക സീറ്റ് കിട്ടേണ്ട, പദവി കിട്ടേണ്ടടുത്ത് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകാനും ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഇത്തരം കാര്യങ്ങൾ ജ്ഞാന ബുദ്ധിയൊന്നും ഒരിടത്തും പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. അറിയുന്ന കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റുമില്ല. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് പറയട്ടെ, ഈ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും. ചിലതൊക്കെ നിങ്ങൾ തിരുത്തിയതായിരിക്കും, ചിലത് നിങ്ങൾ ഇനിയും തിരുത്താനുണ്ട്. അപ്പോൾ ആ തിരുത്താനുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് തിരുത്തുക പ്രധാനമാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ 8 കാര്യങ്ങളിൽ ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. 3 കാര്യങ്ങൾ നിങ്ങൾ ഏകദേശമൊക്കെ തിരുത്തിയതായിരിക്കും. ഈ 5 അബദ്ധങ്ങൾ മതി നമ്മുടെ ജീവിതം ആകെ മാറി മറിയാൻ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ തിരുത്തണം. അതൊരു ബുക്കിലൊക്കെ കുറിച്ച് വെച്ച് തന്നെ തിരുത്തണം. ഞാൻ ഇനി ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല എന്നുകൂടി മനസ്സിൽ കരുതണം കേട്ടോ. നാലാമത്തെ കാര്യം, ആഹാരത്തോട് പ്രിയം എന്നുള്ളതാണ്. മനുഷ്യരാകുമ്പം ആഹാരം, വിവിധ ടേസ്റ്റുകളിലുള്ള ആഹാരത്തിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി അഭിനിവേശം കൂടുതലായിരിക്കും. വിവിധ തരങ്ങളായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാനുള്ള താല്പര്യം കൂടി നിൽക്കും. പക്ഷേ ഇവരുടെ ഈ നിയന്ത്രണം തെറ്റിയുള്ള ഈ ഭക്ഷണശീലം കൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് ചില രോഗങ്ങൾ, ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രേവിങ്സുകളൊക്കെ ഇവർ വളരെയധികം കുറച്ചു കൊണ്ടുവരണം. ആദ്യമേ തന്നെ തീരുമാനം എടുക്കണം, ഞാൻ ഇത്ര ഫുഡേ കഴിക്കുള്ളൂ, ഇത്ര കാര്യങ്ങളെ ചെയ്യുള്ളൂ, കലോറി നോക്കണം, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചില്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ജീവിതശൈലി രോഗം വരണം നിർബന്ധമില്ല. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും വരിക. ഒരു മധ്യവയസ്സ് കിടക്കം പെട്ടെന്നായിരിക്കും വരിക. അത്രയും നാൾ കൂളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരിക്കും കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനോടുള്ള അമിതാസക്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് നിങ്ങളുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നതാണ്. പിന്നീട് നമ്മളിങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ പോയി പറയാം, അയ്യോ ഞാൻ ഇച്ചിരി അന്നേ റെഡ്യൂസ് ചെയ്ത് വരേണ്ട കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരു മാസത്തേക്കായിരിക്കും നിങ്ങളെ ഇപ്രകാരം ഉൾപ്പെടുത്തുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും കീഴെ നിങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലുകളിൽ പെട്ടുപോകുക എന്നുള്ളതാണ്. ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നന്നായിട്ട് പറയുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. ശരിക്കും വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇവർക്ക് പുകഴ്ത്താനുള്ള കുറെ ഗുണങ്ങൾ ഇവർക്കുണ്ട്. പക്ഷെ ഇവരുടെ മനസ്സിൽ എപ്പോഴും തങ്ങൾ ആരെങ്കിലും പുകഴ്ത്തുന്നത് കൂടുതൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് കൂടുതലായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാവുന്ന ചില വ്യക്തികളാട്ടെ ഇവർക്ക് ഇല്ലാത്ത ചില ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇവരെ പുകഴ്ത്താറുമുണ്ട്. ഇങ്ങനെ പുകഴ്ത്തി മുന്നോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയുമോ, ഈ വന്ന് നിൽക്കുന്ന ആള് ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ പുകഴ്ത്തൽ നടത്തുന്നത്. പക്ഷേ ഈ ഭരണി നക്ഷത്രക്കാരുടെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്, ഇയാൾക്ക് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കൂടുതൽ ബഹുമാനമുള്ളത് കൊണ്ടാണ് ഈ പുകഴ്ത്തുന്നതെന്നും. അങ്ങനെ ആയിരിക്കില്ല മിക്കപ്പോഴും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇത്തരം പുകഴ്ത്തലുകൾ നടത്തുന്നത്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ജെന്യൂനായിട്ട് പുകഴ്ത്തുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ള ചിലരുണ്ടാവും. അവരെ തെറ്റിദ്ധരിക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു പുകഴ്ത്തലായിട്ട് ഒരാൾ വരുമ്പോൾ അയാൾ പറയുന്ന വാക്കുകൾ പൊള്ളയായിട്ടുള്ള കാര്യമാണോ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് വേർതിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ആറാമത്തെ കാര്യം, കൂടുതൽ നേട്ടം പ്രതീക്ഷിച്ച് ധനം തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ധനം സമ്പാദിക്കുക, അത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ മൂല്യം കൂട്ടുക എന്നൊക്കെ പറയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതികപരമായിട്ടുള്ള നേട്ടത്തിന് ഏറ്റവും അനുപേക്ഷണീയമായ കാര്യമാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് തങ്ങളുടെ കയ്യിലുള്ള പണം ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കൂടുതലായിട്ട് നേട്ടം ഉണ്ടാക്കാനോ ഒക്കെ ശ്രമിക്കുന്നതാണ്. നല്ലതായ രീതിയിലുള്ള ശ്രമങ്ങൾ എപ്പോഴും മനുഷ്യനെ ഒരു നല്ല ഉയർന്ന സ്ഥാനത്ത് എത്തിക്കുമെങ്കിലും ഭരണി നക്ഷത്രക്കാർ പലപ്പോഴും ഓവറായിട്ടുള്ള നേട്ടത്തെ പ്രതീക്ഷിച്ച് ചില തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികളിലൊക്കെ കൊണ്ടുവന്ന് പണം നിക്ഷേപിച്ചിട്ട് നഷ്ടപ്പെടുത്തുക. ചിലപ്പോൾ മിസ്മാനേജ്മെന്റ് കൊണ്ട് ധനം നഷ്ടപ്പെട്ടു പോവുക. ബിസിനസ്സുകളിലൊക്കെ അറിയാതെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടപ്പെടുത്തി കളയുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവർ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് ആർജിച്ച സമ്പത്ത് എവിടെയെങ്കിലും വേസ്റ്റാക്കി കളയുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മണി മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ബോധം നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സേവനം എടുത്തിട്ട് വേണം പണം എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ റിസ്കിന് അപ്പുറത്തേക്കുള്ള ഘടകങ്ങളിലേക്ക് പോയിട്ട് ധനം ഏതെങ്കിലും ഫണ്ടുകളിലേക്കൊക്കെ നിക്ഷേപിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലരും കടക്കാരും കടക്കെണിയിലും പെട്ട് ഉഴലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ജാഗ്രതയോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ ഓരോ ലൈക്ക് എനിക്ക് വില മതിക്കാനാകാത്തതാണ്. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് അതും കൂടെ നൽകാൻ താല്പര്യപ്പെടുന്നു. ഏഴാമത്തെ കാര്യം, ഒരാളുടെ മോശം സ്വഭാവം അറിഞ്ഞിട്ടും അയാളെ കൂടെ നിർത്താൻ താല്പര്യപ്പെടുന്നത്. അത് ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് ചില വ്യക്തികളുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റമൊക്കെ ഇച്ചിരി മോശമാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്തൊക്കെയോ ഒരു ബലഹീനത കൊണ്ട് ഇവരെ തള്ളിക്കളയാൻ പറ്റാതെ ഇവരെ ചേർത്ത് നിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ അയാള് ക്രൂരനാണ്, അല്ലെങ്കിൽ അയാൾക്കൊരു മോശം സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അയാൾ നമ്മളെ കൂടെ കൂടിയിരിക്കുന്ന നമ്മളെ നശിപ്പിക്കാനാണ്, ഇതൊക്കെ ഇവർക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ വ്യക്തിയെ തള്ളിക്കളയാൻ വയ്യ. എന്തോ ഒരു ആകർഷണം, അയാളെ പിടിച്ചു നിർത്താൻ തരത്തിലുള്ള ഒരു ആകർഷണം പോലെ ഈ വ്യക്തിക്ക് ചുറ്റും ഇവര് കറങ്ങി നടക്കുക എന്നുള്ളൊരു കാര്യം കാണാറുണ്ട്. ഇവരുടെ ജീവിതത്തിന്റെ പുരോഗതിയെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി മോശപ്പെട്ട ഒരു ആളാണ്, നമ്മുടെ ജീവിതത്തിന് കോട്ടമാണ് അയാൾ സമ്മാനിക്കുക എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി അയാളിൽ നിന്ന് അകലാൻ പറ്റുന്ന ആളാണെങ്കിൽ അത്രത്തോളം അകലം പാലിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധികരമായിട്ടുള്ള കാര്യമായിരിക്കും. അത് ഭരണി നക്ഷത്രക്കാരെ കാണിച്ചില്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളിൽ പെട്ടുപോകാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് നിരാശാജനകമായിട്ടുള്ള ചില അനുഭവങ്ങൾക്കും ഇത് കാരണമാകും എന്ന് സൂചിപ്പിക്കുന്നു. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ട മനോഭാവം എന്നുള്ളതാണ്. ഇതൊരു വലിയ അബദ്ധമാണ് കേട്ടോ ഭരണി നക്ഷത്രക്കാർ ചെയ്യുന്നത്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു നോളജ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ വിഷയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഏകദേശമുള്ള ധാരണ വെച്ചിട്ട് ഇവർ ചിലപ്പം പൈസ മുടക്കിയിട്ടായിരിക്കും അത് നേടിയെടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് തനിക്കത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുക.
അങ്ങനെ എടുത്തു ചാടി ചില ആപത്തുകളിലും ചില അബദ്ധങ്ങളിലും ഒക്കെ ഇവർ ചെന്ന് പെടാറുണ്ട്. അവർ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു കാര്യത്തെ നേടിയെടുക്കുന്നത് നമ്മൾ വികാരത്തോടു കൂടിയായിരിക്കരുത്, വിവേകത്തോടു കൂടിയായിരിക്കണം. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ചുരുങ്ങിയ സമയം കൊണ്ടായാലും നന്നായിട്ടൊന്ന് പഠിച്ച് അതിനുശേഷം വേണം അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലാതെ ഒന്നും ചിന്തിക്കാതെ ഒരു ഒറ്റ ആയത്തിൽ എടുത്ത് ചാടിയാൽ ചിലപ്പോൾ നമുക്ക് 100 ആയം കൊണ്ട് തിരിച്ചു കയറാൻ പറ്റില്ല. ഒരുപാട് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത്തരം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് പറ്റാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലേകം കടന്നു പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നിങ്ങൾ ജാഗ്രതയും പുലർത്തേണ്ട ആവശ്യമാണ്. കാര്യം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയിട്ട് നമുക്ക് പാഠം പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടുന്ന കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്, ഭരണി നക്ഷത്രക്കാരനായ ഒരാൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. ഇത് അഡ്മിൻ നമ്പറാണ്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിയുന്ന സ്ഥലം ഏതാണോ അതാണ് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.